എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഏത് മോഡാണെങ്കിലും ഹൈപ്പർ ആയിക്കോട്ടെ, എക്കോ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, എക്കോ നമുക്ക് വിടാം, എക്കോ ഏതായാലും മൈലേജ് മോഡാണ്, സ്പോർട്സ് ആയിക്കോട്ടെ, ഹൈപ്പർ ആയിക്കോട്ടെ, അതേപോലെ നോർമൽ ആയിക്കോട്ടെ, ഏത് മോഡാണെങ്കിലും നമ്മൾ മിനിമം 50ൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്ത് പോകുക. ഹൈപ്പർ മോഡ് ആയിക്കോട്ടെ, സ്പോർട്സ് മോഡ് ആയിക്കോട്ടെ, നോർമൽ മോഡ് ആയിക്കോട്ടെ, നിങ്ങൾ ഹൈപ്പർ മോഡിൽ ഇട്ടാൽ നല്ല റേഞ്ച് കിട്ടും. നമ്മൾ സ്ട്രൈറ്റ് ഹൈവേക്ക് മാത്രം ഉപയോഗിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രൈറ്റ് നമ്മൾ പോകണമെങ്കിൽ ഹൈപ്പർ മോഡ് ഇട്ടിട്ട് 50ൻ്റെ താഴെയായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. നോർമൽ മോഡിനെക്കാട്ടി നല്ല റേഞ്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ ട്രാഫിക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മോഡാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഹൈപ്പർ മോഡിൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ എടുക്കുന്ന പവർ കൂടുതലായിരിക്കും. അപ്പോൾ ആക്സിലേഷൻ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പവർ കൂടുതലായിട്ട് എടുക്കും, പിന്നീട് അതിന് പവർ കുറവാണ്. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. KW